എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുലാ മാസത്തിൻ്റെ 11-ാം തീയതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് സൂര്യൻ നീചം വിട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൂര്യൻ്റെ ബലം ക്രമേണ നമുക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് 1201-ാം ആണ്ട് തുലാമാസം 11-ാം തീയതി 28/10/2025. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കൂറുഫലം അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കൂറുകാരുടെ ഫലമെന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, എന്നാൽ ഗുണാധിക്യമാണ് കാണുന്നത്. ഏഴര ശനിയുടെ ശല്യം കൊണ്ട് ചില വീഴ്ച, ഒടിവുകൾ, ചതവുകളൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. അതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന്. സാമ്പത്തികമായി ലഭിക്കാൻ ഇരിക്കുന്ന ചില സഹായങ്ങളൊക്കെ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രതീക്ഷകളുമായി മുമ്പോട്ട് പോകുന്ന ആളുകൾക്ക്, അധ്വാനിക്കുന്നവർക്ക് വളരെ അനുകൂലമായ അനുഭവം വന്നു ചേരാൻ സാധ്യതയുണ്ട്. മേടക്കൂറിൽ വരുന്ന ചില നക്ഷത്രങ്ങൾ റോളിംഗ് സ്റ്റോണുകളാണ്. അതായത് ഉരുളുന്ന കല്ലുകൾ, റോളിംഗ് സ്റ്റോൺ, ഗ്യാദസ്നോമോസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പഴഞ്ചൊല്ലുണ്ട്. അതായത് ഉരുണ്ടുകൊണ്ടേയിരിക്കുന്ന കല്ലുകൾക്ക് പായൽ പിടിക്കുകയില്ല. അപ്പോൾ അപ്രകാരം ഉരുളാതെ ഒരിടത്ത് ഉറച്ചു നിന്ന് ജോലി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം ഭാവിയിൽ വളരെയധികം ക്ലേശങ്ങളും കഷ്ടങ്ങളും അപമാനങ്ങളും ഒക്കെ സഹിക്കേണ്ടതായി വരും. പുതിയ പ്രോജക്റ്റുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരുപാട് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർക്ക്, പ്രൈവറ്റ് ബാങ്കൊക്കെ നടത്തുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ ക്രയവിക്രയങ്ങൾ മുടക്കം വരുത്തിയവരോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഇടപാടുകളിൽ വീഴ്ച വരുത്തിയവർക്കൊക്കെ അത് പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ ഒറ്റ തീർപ്പ് നടത്തി സെറ്റിൽ ചെയ്യാനൊക്കെ ഉള്ള അവസരം ഇന്ന് തെളിഞ്ഞു വരുന്നതാണ്. എന്നാൽ നിയമപരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം കുറച്ച് പ്രതികൂലമായി തന്നെയാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, എങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ഇന്ന് സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. വളരെയധികം ദൂരെ യാത്ര ചെയ്യാനും സ്വർണം മുതലായുള്ള വില കൂടിയ ലോഹങ്ങൾ വാങ്ങാനും അത് സമ്മാനദാനമായി കൊടുക്കാനും വരെയൊക്കെ യോഗമുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ വസ്ത്രങ്ങൾ, അങ്ങനെയൊക്കെ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതേപോലെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്കും അത്ര ഗുണകരമായൊരു ദിവസമായിരിക്കില്ല ഇന്ന്. ഔദ്യോഗികമായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ എഴുത്തുകാർക്കും വായനക്കാർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക്, സ്വന്തം ആത്മകഥ എഴുതുക അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തങ്ങളുടെ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ കുറച്ച് താമസം അനുഭവപ്പെടുന്നതായിട്ട് തോന്നി വളരെ വിഷമമുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഏതിനും ഈശ്വര പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ മരുന്ന്. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിലൂടെ മുൻപോട്ട് പോവുക. എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. മനഃശാന്തി ഉണ്ടാകുന്നൊരു ദിവസമാകുന്നു. പങ്കാളിക്കുണ്ടാകുന്ന ചില കോട്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് മനപ്രയാസം ഉണ്ടാകാനൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ തന്നെയും സ്വന്തമായ ചില ലോകത്തേക്ക് ഒതുങ്ങി അതിനെയൊന്നും വകവയ്ക്കാതെ ഇരിക്കാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം കാണുന്നു. സന്താനങ്ങളെക്കുറിച്ച് വളരെ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനും വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാനുമൊക്കെ സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അതിന് അയവ് വരുന്നൊരു ദിവസമായിരിക്കും. ധാരാളം തൊഴിലുകൾ ഒരുമിച്ച് ചെയ്യുന്നവർക്ക് അതിൽ നിന്നൊക്കെ വളരെ തിക്തമായ അനുഭവങ്ങൾ, തൊഴിലാളികളിൽ നിന്ന് വളരെ പ്രതികൂലമായ ബിഹേവിയറൊക്കെ, പെരുമാറ്റമൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതങ്കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്.
ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായി മറുപടി ലഭിക്കുന്നതാണ്. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ക്ഷേത്ര ദർശനത്തിന് സാധ്യത കാണുന്നു. ഇഷ്ടജനങ്ങളെ കണ്ടെത്താനായിട്ടുള്ള സാധ്യത കാണുന്നു. കുറേ കാലങ്ങളുണ്ടായിരുന്ന കഷ്ടകാലങ്ങൾക്കൊക്കെ ഒരു വിടുതൽ വന്നതായിട്ട് ഒരു ആത്മധൈര്യമൊക്കെ തോന്നുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്കും അതേപോലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് വളരെ തിരക്കേറിയ ഒരു ദിവസമായിരിക്കും. തിരക്ക് മൂലം വളരെയധികം ശാരീരിക ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അധികാരമുള്ള മിലിറ്ററി അങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ തന്നെ നിയമവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും കേസ്, വഴക്ക് എന്നിവകളിൽ ഏർപ്പെടുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. കിട്ടാനുള്ള കടം തിരിച്ച് ലഭിക്കാനുള്ള സാധ്യത ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല ഗുണങ്ങളാണ് കാണുന്നത്. എന്നാൽ ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായ ഒരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അതേപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ലിക്വിഡായിട്ടുള്ള ഏത് കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അത്ര അനുകൂലമല്ല. ശാരീരികമായി ഉണ്ടാകുന്ന ക്ലേശങ്ങൾ മാറുന്നതുകൊണ്ട് വളരെ ഉല്ലാസത്തോടു കൂടി പുറത്തു പോകാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. ബന്ധുജനങ്ങളിൽ ചിലർക്ക് ചില അസ്വസ്ഥതകളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ദൂരയാത്ര ഒഴിവാക്കാതിരിക്കാൻ പറ്റില്ലാത്ത ഒരു ദിവസമായിരിക്കും ഇന്ന്. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളുള്ളവർക്ക് പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ്. തങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ നേർച്ചയും കാഴ്ചയുമായി നടക്കുന്നവർക്ക് അനുകൂലമായ റിസൾട്ട് ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരയാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ചില ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. ദൂരയാത്രയും ബന്ധുസമാഗമത്തിനുമൊക്കെ സാധ്യതയുണ്ട്. പുതിയ ആളുകളുമായി ബന്ധപ്പെട്ട് പുതിയ കൂട്ടുകെട്ടുകളിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്തുവാനുള്ള ബലം ലഭിക്കുന്നതാണ്. എന്നാൽ ശാരീരികമായി അസുഖം അനുഭവിക്കുന്നവർക്ക് അത്ര തന്നെ നല്ല ഒരു ദിവസമായിരിക്കുകയില്ല. എന്ന് അസുഖങ്ങളൊക്കെ അധികരിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നു. കണ്ണിന് പ്രത്യേകമായ ചികിത്സ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അത്തരത്തിലുള്ള ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നല്ല ഒരു ഡോക്ടറെ കണ്ട് അതിനുവേണ്ട പരിഹാരം സ്വീകരിക്കേണ്ടതാണ്. കേസും വഴക്കുമൊക്കെ ഉള്ള ആളുകൾക്ക് ഇന്ന് പ്രതികൂലമായ മറുപടിയാണ് ലഭിക്കുന്നത്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ നക്ഷത്രം പരിശോധിക്കാം, അല്ലെങ്കിൽ നക്ഷത്രഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ഫലം വളരെ അനുകൂലമായി കാണുന്നില്ല. എന്നാൽ പ്രതികൂലമാണെങ്കിൽ കൂടിയും അതിനെ അനുകൂലമാക്കാനായിട്ട് പരിശ്രമിക്കുന്ന ആളുകൾക്ക് വളരെ ശാന്തമായ ഒരു ഫലം വൈകുന്നേരത്തോടു കൂടി ലഭിക്കുന്നതാണ്. ചെറിയ വീഴ്ചകൾ, ഒടിവുകൾ അല്ലെങ്കിൽ വാഹനത്തിന് റിപ്പയറുകൾ ഒക്കെ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. ഗ്രഹോപകരണങ്ങൾ കേടുവരാനും റിപ്പയർ ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. ചില വസ്തുക്കൾ കാണാതാവുകയും അത് തപ്പി സമയം പോവുകയും അതേ വസ്തു തന്നെ നഷ്ടപ്പെട്ടു പോയ അറിഞ്ഞ് വിഷമമുണ്ടാകുകയൊക്കെ ചെയ്യുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം. എന്നാൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതേപോലെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്കും ഒക്കെ നല്ല അനുകൂലമായ ദിവസമായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്കും വളരെ അനുകൂലമായ ദിവസമായിരിക്കും. ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം കുറച്ച് അനുകൂലമായ ദിവസമാണ്. തലേ ദിവസം ഉണ്ടായ ചില പ്രശ്നങ്ങളെല്ലാം മൂലം നമുക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളതൊഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. അകന്നുപോയ ബന്ധുക്കളെ കാണാനായിട്ട് സാധ്യത ഉണ്ടാകുന്നു. അതേപോലെ ശാരീരിക ക്ലേശം അനുഭവിക്കുന്ന നല്ല ആളുകൾക്ക് സേവനം ചെയ്യാനുള്ള മനസ്സൊക്കെ ഇന്ന് തോന്നുന്ന ഒരു ദിവസമായിരിക്കും. ചാരിറ്റിയിലേക്ക് ഏർപ്പെടാനായിട്ടൊരു തുടക്കം കുറിക്കാൻ ഈ ദിവസം വളരെ ഉതകുന്നതാണ്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്.
ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ഗുണാധിക്യമാണ് കൂടുതലായിട്ടുള്ളത്. കുട്ടികളുടെ ഉയർച്ചയും സന്താനങ്ങളുടെ അഭിവൃദ്ധിയൊക്കെ കണ്ട് അഭിമാനം കൊള്ളാനുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ പങ്കാളികൾ ഇല്ലാത്തവർക്ക് പുതിയ പങ്കാളികളെ ലഭിക്കുന്ന ഒരു ദിവസവുമായിരിക്കും ഇന്ന്. ഏതെങ്കിലും യാത്രയിലോ മറ്റോ പൊതുസ്ഥലത്തോ വെച്ചായിരിക്കും കണ്ടുമുട്ടുക. ജീവിതാവസാനം വരെ കൂട്ടുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതേപോലെ ഔദ്യോഗിക രംഗത്ത് ഏർപ്പെടുന്നവർക്കും നിയമപരമായ കാര്യങ്ങൾ ഇടപെടുന്നവർക്കും ഒക്കെ ഇന്ന് വളരെ പ്രതികൂലമായ ദിവസമായിരിക്കും എന്നാണ് കാണുന്നത്. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും പരിഹാരം. ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. ഈശ്വരൻ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി തരുന്നതാണ്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഗുണാധിക്യമാണ് കാണുന്നത്. കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടാനൊക്കെ ഉള്ള സാധ്യത കാണുന്നു. ബാങ്കുകളുമായിട്ടുള്ള ഇടപാടുകളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ച് വളരെയധികം പഴി കേൾക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഇന്ന് വളരെ നിയന്ത്രിച്ച് വേണം ചെയ്യാനായിട്ട്. തൊട്ടടുത്തുള്ള ആളുകളുമായിട്ട്, അയൽക്കാരുമായിട്ടൊക്കെ, അയൽവാസികളുമായിട്ടൊക്കെ വഴക്കിടാനും അവരുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുമൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം മുൻപോട്ട് പോകുവാനായിട്ട്. മധുര പലഹാരങ്ങൾ, ഇഷ്ടഭക്ഷണങ്ങളൊക്കെ ഇന്ന് ലഭിക്കുന്ന ദിവസമാണ്. ഏതെങ്കിലും രീതിയിലുള്ള ആഹ്ലാദം പകരുന്ന ഫംഗ്ഷനുകളിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധ്യതയുണ്ട്. ഏതാനും രീതിയിലുള്ളതെന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഈശ്വര പ്രാർത്ഥനയാണ് അനിവാര്യം. എല്ലാ മേഖലയിലും പെട്ടവർക്കും ഇത് ബാധകമാണ്. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക, ഈശ്വരനെ പ്രാർത്ഥിക്കുക, മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ഒരുപാട് അനുഭവങ്ങൾ, ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ശാരീരിക ക്ലേശമുള്ളവർക്ക് അത് അയവ് ലഭിക്കുന്ന ദിവസമാണ്. വീട്ടിലുള്ള രോഗികൾക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വളരെ ഉത്സാഹിയായ അല്ലെങ്കിൽ ഉത്സാഹഭരിതരായ നക്ഷത്രക്കാർക്ക് അതിന് അവരുടെ അധ്വാനത്തിനനുസരിച്ച് ഉള്ളൊരവസരം തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ രാഷ്ട്രീയക്കാർക്ക് ഇന്നൊട്ടും തന്നെ അനുകൂലമായ ദിവസമല്ല. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലോയർ, വക്കീൽ തുടങ്ങിയവർക്കൊക്കെ ഇന്ന് വളരെ മോശമായ അനുഭവങ്ങൾ വന്നു ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. പട്ടാളത്തിൽ ജോലിയെടുക്കുന്നവർക്കും പോലീസുകാർക്കുമൊക്കെ വളരെ അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒട്ടും തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കില്ല ഇന്ന്. മത്സ്യവുമായി ബന്ധപ്പെട്ട് കച്ചവടം നടത്തുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനായിട്ട് സാധ്യത കാണുന്നു. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന കർഷകർക്കും അതേപോലെ അധ്വാനികൾക്കുമൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. കൃഷിക്കാർക്ക് വളരെ പ്രതീക്ഷ നിറയുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിലൂടെ വന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതികാല്, ഉത്തരട്ടാതി, രേവതി. ഈ കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് വളരെയധികം ഗുണം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കുമെന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വളരെ വിപരീതമായ സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ചില ആളുകളുമായി ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ടും വളരെ അധികം ധനച്ചെലവ് വരേണ്ടതായിട്ടും വളരെ മെനക്കേടേണ്ടതുമൊക്കെ ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കുമെന്ന് വളരെ ശ്രദ്ധിക്കുക. അതേപോലെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന കണക്കുകൂട്ടലൊക്കെ തെറ്റി നമുക്ക് കുടുംബത്തിൽ ചിലവാക്കാൻ പൈസ ഇല്ലാതെ വരുന്ന ഒരു ദിവസമായിട്ട് കാണുന്നു. ശുദ്ധമായ മനസ്സോടുകൂടി മുൻപോട്ട് പോയാൽ മാത്രമേ ഇന്ന് വളരെ അനുകൂലമായി കാണുന്നുള്ളൂ. അതുപോലെ ചില മാനസിക പ്രശ്നങ്ങൾ ഏഴര ശനിയുടെ തിക്താനുഭവമായി വന്നു ചേരാൻ സാധ്യതയുണ്ട്. ധനം നഷ്ടപ്പെടാനോ തസ്കര ഭയം, അതായത് ആരെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുന്ന മുതലുകളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകാനോ ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഏറ്റവും നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നാളെ വീണ്ടും കാണാം. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു.